സിൽവർ ലൈൻ പദ്ധതി ദോഷകരമെന്ന് ഭരണം അവസാനിക്കുന്ന തൊട്ടു മുമ്പ് LDF സർക്കാർ സമ്മതിച്ചുവെന്ന റിപ്പോർട്ട്. വൻതോതിൽ കുടിയൊഴിപ്പിക്കൽ വേണ്ട പദ്ധതിയാണ് സിൽവർ ലൈൻ പദ്ധതി എന്നാണ് കേന്ദ്രത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിലെ പരാമർശം. RRTS നടപ്പാക്കുന്നതിന് കേന്ദ്രത്തിന് നൽകിയ റിപ്പോർട്ടിലാണ് സിൽവർ ലൈനിനെ LDF തന്നെ തള്ളിപ്പറഞ്ഞത്. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് ഈ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സിൽവർ ലൈൻ പദ്ധതിക്ക് പകരം RRTS അഥവാ റീജിയണൽ റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന പദ്ധതി നടപ്പിലാക്കാൻ പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് തീരുമാനിച്ചിരുന്നു. ഈ പദ്ധതിക്ക് അനുമതി നൽകേണ്ടത് കേന്ദ്ര നഗരകാര്യ മന്ത്രാലയമാണ്. നഗരകാര്യ മന്ത്രാലയത്തിന് അയച്ച റിപ്പോർട്ടിലാണ് സിൽവർ ലൈൻ പദ്ധതി വലിയ തോതിൽ പാരിസ്ഥിതികാഘാതം ഉണ്ടാക്കുന്ന പദ്ധതിയാണെന്നും വലിയ തോതിലുള്ള കുടിയൊഴിപ്പിക്കൽ വേണ്ടിവരുമെന്ന എന്ന കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത് സർക്കാർ. ഇത് കേരള പദ്ധതിയുടെ അല്ലെങ്കിൽ സിൽവർ ലൈൻ പദ്ധതിയുടെ ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണെന്ന കാര്യം ഈ റിപ്പോർട്ടിൽ അക്കമിട്ട് പറയുന്നുണ്ട്. വലിയ തോതിലുള്ള കുടിയൊഴിപ്പിക്കൽ വേണ്ടിവരും. ഒപ്പം തന്നെ ആളുകൾക്ക് ജീവനോപാധി, ഈ ഭൂമി ഏറ്റെടുക്കുന്ന പോലെ ആളുകൾക്ക് വലിയ തോതിൽ ജീവനോപാധികൾ നഷ്ടപ്പെടും. ഇതോടൊപ്പം തന്നെ പാരിസ്ഥിതികാഘാതവും പരിസ്ഥിതി ലോല മേഖലകളിൽ അടക്കം ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാകും. റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഗേജിൻ്റെ, അതായത് സ്റ്റാൻഡേർഡ് ഗേജിലാണ് സിൽവർ ലൈൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിനെ റെയിൽവേ ശക്തമായി എതിർക്കുന്നുണ്ട്. അപ്പോൾ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് എതിർപ്പുണ്ട്. ഇതുകൂടാതെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടും പാരിസ്ഥിതിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ തോതിൽ എതിർപ്പുണ്ട്. അപ്പോൾ ഇത് എന്തൊക്കെ എതിർപ്പിനെയാണോ നേരത്തെ സർക്കാർ അവഗണിച്ചത് അതിനെല്ലാം അക്കമിട്ട് പറഞ്ഞുകൊണ്ടാണ് കേന്ദ്ര നഗരകാര്യ മന്ത്രാലയത്തിന് സർക്കാർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. RRTS പദ്ധതിക്ക് അനുമതി വേണം, അല്ലെങ്കിൽ അതിന് സാധ്യതാ പഠനത്തിന് അനുമതി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അയച്ച റിപ്പോർട്ടിലാണ് ഇതെല്ലാം പറയുന്നത്. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.